കേരളം മൊത്തം കാത്തിരുന്ന, കേരളമല്ല എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ, ലോക സിനിമയ്ക്ക് മുമ്പിൽ നമ്മുടെ പടമാണ് കാണിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ. അതേപോലെ തന്നെ L2 എമ്പുരാൻ്റെ ട്രെയിലർ ലീക്കാണോ എന്താണെന്ന് അറിയില്ല. ഇതുവരെ ജീവിതത്തിൽ കണ്ടതില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതില്ല ഒരു മലയാള സിനിമയുടെ ട്രെയിലർ വേറെ ലെവലിലേക്ക് പോകുന്നൊരു പരിപാടി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിലർ നോക്കാം. ആശീർവാദ്. ഓ ടോവിയൊക്കെ ലെവല്. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. എന്റെ മോനെ, കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. അഞ്ചാറൊക്കെ പൊളിച്ചിട്ടുണ്ടല്ലോ. എന്റെ മോനെ, വില്ലൻ. യോ ഡ്രഗ്സ്. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. എന്താണത്? ഓ എന്റെ മോനെ, ആളിയ ലാലേട്ടനൊക്കെ എന്റെ എങ്ങ. സീൻ ലുക്ക്, ജാക്കറ്റ്. ഓ രാജു ഭായ്. കം ബാക്ക്. ഓ അണ്ണൻ മുണ്ട്. വാടാ. മോനെ ആരാണ്? സത്യം പറയാലോ, ഒരു വീഡിയോയുടെ ഒരു എക്സാജറേഷൻ വേണ്ടി ഞാൻ പറയുന്നല്ല. അതായത് നമ്മൾ ഒരുപാട് സിനിമകൾ, നമ്മളിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ വെക്കടാ ഇതിന് മുമ്പിൽ ഒരെണ്ണം എന്ന് നമുക്ക് ചങ്കുരത്തോടെ ഒരു മലയാളി പ്രേക്ഷകന് പറയാൻ പറ്റുന്ന ഒരു ട്രെയിലർ. നമ്മുടെ KGF എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ എമ്പുരാൻ, നമ്മുടെ പൃഥ്വിരാജ്, നമ്മുടെ മോഹൻലാൽ, നമ്മുടെ ആശീർവാദ്. എനിക്ക് തോന്നുന്നില്ല എന്ത് കാരണത്താലാണ് ലൈക്കൊക്കെ ഒന്ന് പിന്മാറിയെന്ന് മനസ്സിലാകുന്നില്ല. ഇജാതി ഫ്രെയിം, ഓരോ സ്റ്റില്ല്, ഓരോ സീന്, ഓരോ കോസ്റ്റ്യൂം, ഓരോ വ്യക്തികൾ എന്നടാ പണി വെച്ചിരിക്കണേ. ഇത്രയും ക്വാളിറ്റി ഇതുപോലൊരു സിനിമ ലൈക്ക, എനിക്ക് തോന്നുമ്പോൾ വിഷ്വലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മറ്റേ ദൃശ്യത്തിൽ മറ്റേ നമ്മുടെ സായികുമാർ പറയുന്ന പോലെ, ഇല്ല ജഡ്ജ് പറയുന്ന പോലെ, പൃഥ്വിരാജ് എന്തൊരു എനിക്ക് തോന്നുന്നത് 20 വർഷമായിട്ട് അദ്ദേഹം സിനിമയിൽ
പണ്ടൊക്കെ പൃഥ്വിരാജിനെ കുറേ പേര് കളിയാക്കായിരുന്നു. ഇവൻ ആംഗിൾ ചോദിക്കാൻ ഇവനായത്, ഈ ലെൻസിന്റെ 2.0 ചോദിക്കാൻ ഇവൻ ആരെന്നൊക്കെ ചോദിച്ച പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ, വ്യക്തിപരമായിട്ടും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടെക്നിക്കലി ഞാൻ പറയട്ടെ, ഈ ഒരു ട്രെയിലറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിന്നുകൊണ്ട് മാത്രം പറയാൻ പറ്റും, ഓരോ സീനും ഓരോ ഫ്രെയിം പക്ക പ്യുവർലി ഇന്റർനാഷണൽ. അത്രമാത്രം കോസ്റ്റ്യൂം സെൻസ്, അത്രമാത്രം വിഷ്വലൈസേഷൻ. എനിക്ക് തോന്നിയത് പല ആൾക്കാരെങ്കിലും കമന്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് പണ്ണും, ലാലേട്ടൻ പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചിൽ ഒരു പാനി ഒഴിച്ചു കഴിഞ്ഞാൽ അതേ ലെവലാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നല്ലൊരു പണി അറിയാവുന്നതിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടം മൂടിയത് ലാലേട്ടന്. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നത് നമ്മുടെ ദീപക് ദേവിൻ്റെ മ്യൂസിക്കാണ്. ഇതിനകത്തൊരു എമ്പുരാനെ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേസ്, എൻ്റെ മോനെ ദീപക് ദേവ് ഒക്കെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവാണ്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ സിനിമ ആവറേജിന് മുകളിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇതൊരു പ്രഡിക്ഷനാണ്, ആവറേജിന് മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ പ്രശാന്ത് നീൽ, രാജമൗലി, ലോകേഷ് കനകരാജ്, അടുത്തത് നാഗാർജുൻ, അടുത്തത് പൃഥ്വിരാജ് ആയിരിക്കും. ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ ഈ സെറ്റപ്പ് വെച്ചിട്ട് ഡിസ്നിയും പടം ചെയ്യാം, മാർവലും സിനിമ ചെയ്യാം. അമ്മാതിരി ക്വാളിറ്റി മെറ്റീരിയലായിട്ട് പൃഥ്വിരാജ് മാറിയിരിക്കുകയാണ്. എനിവേ നമ്മൾ കട്ട പ്രതീക്ഷയിലാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹൈപ്പിൽ, അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കിയൊക്കെ ഫുൾഫിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ 300 crore പ്ലസ് പോകും. 300 crore ഇത് വെറുതെ പറയുന്നില്ല, കാരണം ഒരു പ്രതീക്ഷയിലാകുന്നൊരു സിനിമയാണ് കാന്താര. നമ്മൾ ആരും അറിയാത്തൊരു സിനിമ 400 കോടി മുകളിലാണ് കളക്ട് ചെയ്ത്. ഇനി നോർത്ത് ഇന്ത്യൻ ഓഡിയൻസും കൂടെ ഈ ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സത്യം പറഞ്ഞ ഒരു പാട്ടേടി ഇല്ലെങ്കിൽ അണ്ണാവന്ത ആറ്റമ്പവും അങ്ങനത്തെ പരിപാടി അല്ല ഇത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻ്റർവ്യൂ ഒരു മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ വിദേശത്തുള്ള ജനങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഒരു പ്രേക്ഷകൻ എങ്ങനെയാണോ ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത്, ഇടിക്കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോണ്. ഒരു രക്ഷയില്ല. ഒരു 10 വരെയും കൂടെ ഒക്കെ പടത്തിന് പോകണം. ലാലേട്ടൻ, ഞാൻ പറയട്ടെ, ലാലേട്ടൻ എന്തോരം വിമർശനങ്ങൾ നേരിട്ടുണ്ട്. ഇതിൽ എന്ത് ഗ്രേസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്ത്. 60-something പ്രായമുള്ള മോഹൻലാൽ എന്ത് ലുക്കാണ്. മുണ്ടാണെന്നുണ്ടെങ്കിലും പുള്ളി ആൾക്കാർ പറയുന്നുണ്ട് ജാക്കറ്റ് പറ്റൂല, കൂളിംഗ് ഗ്ലാസ് പറ്റൂല. വെക്കടാ ഇതിന് മുമ്പിൽ ഒരെണ്ണം വെക്കാം. അമ്മാരി സാധനങ്ങൾ മുണ്ടാണെങ്കിലും ജാക്കറ്റ് ആണെങ്കിലും ചെയ്യാൻ അറിയുന്നതിൽ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് വേറെയാണ്. പിന്നെ അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ലൂസിഫറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മോഹൻലാൽ അവരുടെ ടീമിൽ മാധ്യമപ്രവർത്തകർക്ക് 40 കോടി കണ്ട് ഹാപ്പി അല്ലെന്ന് ചോദിക്കുന്നൊരു മെസ്സേജസ് ഉണ്ട്. ലൈക്ക് പോയാൽ പോട്ടെ, അണ്ണം വരും, ഗോപാലണ്ണം വരും. പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ സിനിമയുടെ ഇത്രമാത്രം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിനിമ. ഹർത്താലിന് വരെ പടം പിടിച്ച ടീമാണ് ആശീർവാദം, നമുക്കറിയാലോ. പാർട്ടിയെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഗോകുലം ഗോപാലൻ, ഹാറ്റ്സ് ഓഫ് യു. കാരണം മലയാള സിനിമ, വ്യക്തിയല്ല, ആക്ടറല്ല, മലയാളിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റുന്നൊരു സിനിമ അദ്ദേഹം ഈ നിർണായക ഘട്ടത്തിൽ ഒരാൾ വീഴുമ്പോൾ ചാഞ്ഞ് നിൽക്കാനൊരു മനുഷ്യനുണ്ടാകുന്ന പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഗോകുലം ഗോപാലൻ വേറെ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ പോസിറ്റീവായിട്ട് നമുക്ക് കാത്തിരിക്കാം, കാണാം.